പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, മാർക്സിസത്തിന്റെ അടിസ്ഥാന പാഠങ്ങളിൽ മാർക്സിസത്തിന്റെ 3 ഉറവിടങ്ങളും 3 ഘടകങ്ങളും എന്ന ചർച്ചയുടെ 3ാം ഭാഗമാണ് ഞാനവിടെ അവതരിപ്പിക്കുന്നത്. അതായത് സോഷ്യലിസത്തിനെ കുറിച്ചാണ് ഇന്നത്തെ പഠന വിഷയം. സോഷ്യലിസം സാങ്കല്പികവും ശാസ്ത്രീയവും എന്ന ഫെഡറിക് എംഗൽസിന്റെ വിഖ്യാതമായ ആ ഗ്രന്ഥത്തിനെ ആധാരമാക്കിയാണ് ഇന്നത്തെ പഠന പരിപാടി. സോഷ്യലിസത്തിനെ കുറിച്ച് വളരെയധികം ചിന്താക്കുഴപ്പങ്ങൾ പണ്ട് നിലനിന്നിരുന്നു, ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് സോഷ്യലിസം അത് മാർക്സിസം വിഭാവന ചെയ്യുന്ന സോഷ്യലിസത്തിനെ നാം ശാസ്ത്രീയ സോഷ്യലിസം എന്ന് വിളിക്കും. എന്നാൽ സോഷ്യലിസത്തിന്റെ ധാരാളം വകഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാർക്സിന്റെ സമകാലീനരായ അന്നത്തെ ഫ്രഞ്ച് സോഷ്യലിസ്റ്റുകൾ അവരെ പിന്നീട് ചരിത്രം വിളിച്ചത് സാങ്കല്പിക സോഷ്യലിസ്റ്റുകളെന്നാണ്, ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റുകൾ എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത്. കാരണം അവരെന്ന് ഉയർത്തിപ്പിടിച്ച സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ തീർച്ചയായും അത് വെറും സങ്കല്പത്തിൽ നിന്ന് വന്നതല്ല. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിനെയും കൂടെ പരിശോധിച്ചുകൊണ്ട് എങ്ങനെ അത്തരം ചിന്താഗതികൾ അന്നത്തെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാര് അവരുടെ ചിന്തകൾ എന്തുകൊണ്ട് അന്ന് ഉട്ടോപ്യനായിപ്പോയി, എന്തുകൊണ്ട് വെറും സാങ്കല്പികമായിപ്പോയി എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് 1789 മുതൽ 1792 വരെയുള്ള കാലഘട്ടത്തിൽ. ആ ഫ്രഞ്ച് വിപ്ലവം അന്ന് യൂറോപ്പിലുണ്ടായിരുന്ന ആ മധ്യകാലഘട്ടത്തിലെ ജന്മിത്ത വാഴ്ചയ്ക്കെതിരെ ഒരു ജനാധിപത്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വമ്പിച്ച സമരം. കാരണം ജന്മിത്തത്തിന്റെ കാലഘട്ടം നമുക്കറിയാം. അതായത് ദൈവത്തിന്റെ പ്രതിനിധികളായ പൗരോഹിത്യവും അതുപോലെ തന്നെ അന്നത്തെ രാജവാഴ്ചയും പ്രഭുക്കന്മാരുടെയും ഇടപ്രഭുക്കന്മാരുടെയും അവരുടെ എല്ലാം ചൂഷണത്തിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്ന കർഷകരും അടിയന്മാരും ആ ഒരു സമൂഹത്തിൽ ഒരു ഇരുണ്ട കാലഘട്ടം എന്നാണ് അത് വിശേഷിപ്പിക്കുന്നത്. മനുഷ്യന് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാര് മൃഗതുല്യരായി അവരുടെ പണിശാലകളിലും, പണിശാലകൾ എന്ന് പറയുന്നതിനേക്കാൾ ഏറെ അവരുടെ കൃഷിയിടങ്ങളിലും അവരുടെ ഗിൽഡുകളുടെ കീഴിലും ആ കൈത്തൊഴിൽ മേഖലയിലുമൊക്കെ വളരെ വളരെ അശാസ്ത്രീയമായ രീതിയിലുള്ള ജോലികൾ മാത്രം ചെയ്ത് ജീവിച്ചിരുന്നൊരു കാലഘട്ടമാണ്. ഉയർന്ന ചിന്തകൾ, ശാസ്ത്രീയ ചിന്തകൾ, യുക്തിഭദ്രമായ ചിന്തകൾ ഇതെല്ലാം നിഷേധിക്കപ്പെട്ടിരുന്ന ആ സമൂഹത്തിൽ വളരെ നാളെ കൊണ്ടാണ് നവോത്ഥാന ചിന്തകൾ ഉടലെടുത്തത്. അത് മനുഷ്യരെല്ലാം തുല്യരാണെന്നും മനുഷ്യരെല്ലാവരും സ്വതന്ത്രരാകണമെന്നും മനുഷ്യനെ എതിരെയുള്ള അടിച്ചമർത്തലുകൾ പാടില്ലെന്നും എല്ലാവർക്കും തുല്യ അവകാശമായിരിക്കും മനുഷ്യന് എന്നൊക്കെയുള്ള ചിന്താഗതികളുമായി നവോത്ഥാന ചിന്തകൾ അത് ഇടം പിടിച്ചു. അതായത് 14ാം നൂറ്റാണ്ട് തൊട്ട് 18ാം നൂറ്റാണ്ട് 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം വരെയുള്ള ഏതാണ്ട് 3-4 നൂറ്റാണ്ടുകളിലെ വലിയൊരു സമരമായിരുന്നു ഈ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത്. നവോത്ഥാനത്തിന്റെ ആ ഒരു പോരാട്ടമെന്ന്, നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് അത്രയും ദീർഘമായ ഒരു കാലഘട്ടത്തെ പോരാട്ടമാണ്. പക്ഷെ അതിലൂടെ
വന്ന ജനാധിപത്യ വ്യവസ്ഥ. അത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അക്കാലത്തെ ചിന്തകന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ നോക്കിക്കണ്ടത്. അവര് പറഞ്ഞു യുക്തിയുടെ ഒരു ലോകം തുറന്നിരിക്കുക. ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ യുക്തിയുടെയും ശാസ്ത്രത്തിന്റെയും ഒരു ലോകം വന്നിരിക്കുക. സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, ഈ മൂല്യങ്ങളൊക്കെ നാട്ടിൽ വന്നിരിക്കുന്നു. പക്ഷെ നാം കണ്ടു, ഫ്രഞ്ച് വിപ്ലവം 18ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിലാണ് വരുന്നത്. ആ ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ വന്ന ജനാധിപത്യ വ്യവസ്ഥ, ആ ജനാധിപത്യ വ്യവസ്ഥയുടെ ചീഞ്ഞളിഞ്ഞ മുഖം വളരെ പെട്ടെന്ന് തന്നെ വ്യക്തമാണ്. കാരണം ജന്മിത്തത്തിന്റെ അവസാനത്തോടുകൂടി ഉടലെടുത്ത ജനാധിപത്യ വ്യവസ്ഥ, അതും ഒരു ചൂഷണ വ്യവസ്ഥയായിട്ട് വളരെ താമസിയാതെ തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ആ നാട്ടിൽ ഉണ്ടായിരുന്ന ചിന്തകരായിട്ടുള്ള ആളുകൾ, മഹാന്മാരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ നിരാശരായി. നാം വിഭാവനം ചെയ്ത നവോത്ഥാനത്തിന്റെ ആ ചിന്തകൾ എവിടെ? നമ്മുടെ സ്വപ്നം എവിടെ? ഈ നാട്ടിൽ ഒരു കാലത്ത് പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഒക്കെ ചെയ്തിരുന്ന പോലെയുള്ള വളരെ നിന്ദ്യമായ പെരുമാറ്റം ഈ നവോത്ഥാനത്തിന്റെ ശക്തിയായി പ്രവർത്തിച്ച ബൂർഷ്വാസികൾ, അവരെല്ലാം അധികാരം മുഴുവൻ കൈയടക്കി വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചു. 10,000-കണക്കിന് തൊഴിലാളികളെ വളരെ നിന്ദ്യമായ സാഹചര്യത്തിൽ പണിയെടുപ്പിക്കുന്നു. അതുവഴി ഉണ്ടാകുന്ന സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് പഴയതുപോലെ തന്നെയല്ലേ? ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ ധാരാളം വളർച്ചയുണ്ടായി, ശാസ്ത്രം വളർന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള ടെക്നോളജി വളർന്നു. അതിന്റെ ഭാഗമായി നിരവധി വ്യവസായ സംരംഭങ്ങളുണ്ടായി, യന്ത്രങ്ങളുണ്ടായി. കൈത്തൊഴിൽ ചെയ്തിരുന്ന മനുഷ്യനെ യന്ത്രങ്ങളുടെ ഭാഗമാക്കപ്പെട്ടു. പക്ഷെ ഇതെല്ലാം ഉണ്ടാകുന്നു, വളർച്ചയുണ്ടാകുന്നു, സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സാമൂഹ്യ ഉൽപാദന ശക്തി 10 മടങ്ങാണ് വർദ്ധിച്ചത്. അപ്പൊ ഇത്രയും വർധനവുകളൊക്കെ ഉണ്ടായിട്ടും വീണ്ടും സമൂഹത്തിൽ എന്തുകൊണ്ട് അസ്വസ്ഥതകൾ? അതന്നത്തെ ചിന്തകന്മാരായിട്ടുള്ള നിരവധി ആളുകളെ, പ്രത്യേകിച്ച് സാമൂഹിക വിഷയങ്ങൾ വളരെ ഗൗരവമായി കണ്ടിരുന്ന പല ആളുകളെയും വളരെയധികം ബാധിച്ചു. സ്ഥിതി സമത്വത്തിനെ കുറിച്ചുള്ള ചിന്താഗതികൾ കുറച്ച് പൗരാണികമായി തന്നെ ഉയർന്നു വന്നതാണ്. അവിടെ പുരാതന ഗ്രീസിലും ചേതൻസിലും ഒക്കെ ഇത്തരം ചിന്താഗതികൾ ഉണ്ടായി വന്നിട്ടുണ്ട്. നവോത്ഥാന കാലഘട്ടത്തിന് സമാന്തരമായിട്ടും അതിനുശേഷവുമൊക്കെ യൂറോപ്പിൽ ഇത്തരം അഭിപ്രായങ്ങൾ ധാരാളം പേര് മുന്നോട്ട് വെച്ചു. തോമസ് പെയിൻ, ചാൾസ് ഹോൾ, ചാർട്ടിസം എന്ന് പറയുന്ന മറ്റൊരു പ്രസ്ഥാനം, അതുപോലെ തന്നെ ലൂയിസ് റെയ്ബാഗ്, വളരെ തൊഴിലാളികളുടെ പക്ഷത്തു നിന്ന് ചിന്തിച്ചിരുന്ന മറ്റൊരു മഹാനായ നേതാവ് പ്രൂദ്ധോൻ, ലെസൈൽ, ഇവരെല്ലാം സ്ഥിതി സമത്വത്തിനെ കുറിച്ചുള്ള ധാരാളം ചിന്താഗതികൾ മുന്നോട്ട് വെച്ചു. പിന്നെ കുറച്ചുകൂടി പിന്നോട്ട് പോയി കഴിഞ്ഞാൽ മോറല്ലി, മബ്ലി തുടങ്ങിയിട്ടുള്ള ചില നേതാക്കൾ, ചിന്തകൾ, അവരും സ്ഥിതി സമത്വത്തിനെ കുറിച്ചുള്ള ചിന്തകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന ഈ നേതാക്കൾ ഈ മുതലാളിത്ത വ്യവസ്ഥ യൂറോപ്പിൽ ഉണ്ടായതിനു ശേഷമുണ്ടായ ഒരു പുതിയ ചിന്താധാര, ഇത്തരം ആളുകൾ ആ വ്യവസ്ഥയിൽ നിന്ന്, ആ മുതലാളിത്ത വ്യവസ്ഥയിൽ,
അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് യൂട്ടോപ്യൻ സോഷ്യലിസത്തിന്റെ ചിന്തകൾ ഫ്രാൻസിൽ ഉടലെടുത്തത്. ഫ്രാൻസിൽ ഈ യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ ഉണ്ടായി വന്നു എന്ന് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ മറ്റ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലും ലോകമൊട്ടാകെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അലകൾ ഉണ്ടായി. അവിടങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് പണ്ടുണ്ടായിരുന്ന ആ മധ്യകാലഘട്ടത്തിലെ ഇരുണ്ട ജന്മിത്ത വാഴ്ച അവസാനിപ്പിച്ചുകൊണ്ട് പലയിടങ്ങളിലും ഫ്രഞ്ച് വിപ്ലവത്തിന് സമാനമായിട്ടുള്ള ജനാധിപത്യ പ്രക്ഷോഭണങ്ങളുടെ വേലിയേറ്റമാണ് നമ്മൾ കണ്ടത്. പക്ഷേ അവിടെയെല്ലാം വളർന്നു വരുന്ന ബൂർഷ്വാസി, വളർന്നു വരുന്ന മുതലാളിമാർ, അവർ വീണ്ടും അധികാരത്തിൽ വരുന്നു. കുറച്ചധികം കാലം അവിടെ എല്ലാ മേഖലകളിലും സമ്പൂർണമായിട്ടുള്ള വികാസത്തിന്റെ ഒരു കാലഘട്ടമാണ് കണ്ടത്. പക്ഷേ താമസിയാതെ തന്നെ ആ മുതലാളിത്ത വ്യവസ്ഥയുടെ ഉള്ളിലുള്ള ആ പ്രതിസന്ധി അത് പല രൂപങ്ങളിൽ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ് ഫ്രാൻസിൽ ഈ യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായിട്ടുള്ള നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൽ പ്രധാനികളായിട്ടുള്ള ആൾക്കാർ ഒന്നൊരു പാതിരിയായിരുന്നു, സെന്റ് സിമോൺ. അതുപോലെ തന്നെ ഫുറിയെ എന്ന് പറയുന്ന മറ്റൊരു ചിന്തകൻ. ഇതുകൂടാതെ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന റോബർട്ട് ഓവൻ എന്ന് പറയുന്ന മറ്റൊരു സോഷ്യലിസ്റ്റ് ചിന്തകൻ. ഇവർ മൂന്നുപേരും ആ മുതലാളിത്ത ലോകത്തിലെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയ്ക്ക് ചില കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചു. അവർ നോക്കിയപ്പോൾ നവോത്ഥാനത്തിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ജന്മിത്ത വാഴ്ചയിലുണ്ടായിരുന്ന പല കാര്യങ്ങളും അതിനേക്കാൾ നിന്ദ്യമായ രീതിയിൽ ഈ പറയുന്ന പുതിയ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കണ്ടു. കച്ചവടത്തിന്റെ മേഖലയിൽ ഉള്ള വലിയ തട്ടിപ്പ്, അതുപോലെ തന്നെ മുതലാളിത്തത്തിന്റെ കടന്നുകയറ്റം, അവിടെ ഉണ്ടായിരുന്ന ചെറുകിട തൊഴിൽക്കാരായ ഗിൽഡുകൾ, ഈ ഗിൽഡുകളെയും അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കുമെതിരെ നടത്തുന്ന കൊടിയ ചൂഷണം, അവർക്ക് നിലനിൽക്കാൻ പറ്റാത്ത ധാരണയുണ്ട്. മുമ്പുണ്ടായിരുന്ന സമൂഹത്തിനേക്കാളുള്ള ധാർമ്മികമായിട്ടുള്ള പല മേഖലകളിലുമുള്ള ച്യുതി, സാംസ്കാരിക ശോഷണം, ഇതെല്ലാം അവരെ വളരെയധികം ചിന്തിപ്പിച്ചു. പിന്നെ മനുഷ്യനും തമ്മിൽ പണത്തിന്റെ ഇടപാടുകൾ മാത്രമേ ഉള്ളൂ, ബന്ധങ്ങളൊക്കെ പണത്തിന്റെ അടിസ്ഥാനത്തിലാവുന്നു. അപ്പൊ മുതലാളിമാര് പണ്ടുണ്ടായിരുന്ന പ്രഭുക്കളുടെയും ജന്മിമാരുടെയും ദുഷ്ചെയ്തികൾ അതെല്ലാം നടത്തുന്ന ആൾക്കാരായിട്ട് കാണുന്നു. മുതലാളിമാരുടെ തന്നെ വലിയൊരു വിഭാഗം ആൾക്കാര് ഏറ്റവും അധാർമികമായ ജീവിതം നയിക്കുന്ന ആളുകളായിട്ട് മാറുന്നു. അപ്പൊ നവോത്ഥാനത്തിന്റെ സ്വപ്നങ്ങളെല്ലാം പൊലിയുന്ന ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ അവർ നിശ്ചയിച്ചു, ചില പരിഷ്കാരങ്ങൾ ഈ സമൂഹത്തിൽ വരുത്തി കഴിഞ്ഞാൽ അവിടെ സമൂഹത്തിലെ ജീവിതം മെച്ചപ്പെടും. ആ പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ വക്താക്കളായി ഈ പറയുന്ന സാങ്കല്പിക സോഷ്യലിസ്റ്റുകൾ. അതിൽ പ്രധാനമായിട്ട് സെന്റ് സിമോൺ അദ്ദേഹം ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചു. അതായത് അവിടെ മടിയന്മാരായി കഴിയുന്ന ചില വൻകിട പണക്കാരൊഴിയെ ബാക്കിയുള്ളവരൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ സമൂഹത്തിന്റെ മാറ്റത്തിനെ കുറിച്ച് ധാരാളം സംസാരിക്കുന്ന ചിന്തകന്മാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, ഈ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അവിടുത്തെ പണിയെടുക്കുന്നവരും അതുപോലെ തന്നെ സാധാരണ പണിയെടുക്കുന്നവരെ അദ്ദേഹം വ്യാഖ്യാനിച്ചത് മുതലാളിമാരും പണിയെടുക്കുന്നവരാണ്, ബാങ്കർമാര് പണിയെടുക്കുന്നവരാണ്, കച്ചവടക്കാർ പണിയെടുക്കുന്നവരാണ്, തൊഴിലാളികളും പണിയെടുക്കുന്നവരാണ്. ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചുള്ള ഒരു ഭരണ സംവിധാനം വേണം. ആ ഭരണ സംവിധാനം വന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അതിന് എസ്റ്റേറ്റുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരം എസ്റ്റേറ്റുകൾ രൂപീകരിക്കാനുള്ള തീവ്രമായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു.
പക്ഷെ അദ്ദേഹത്തിന് പരാജയം അടയേണ്ടി വന്നു. കാരണം അത് നടക്കുന്ന കാര്യമായിരുന്നില്ല. അതേപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാളാണ് ഫൊറിയർ. ഫൊറിയർ അന്ന് മുതലാളിത്ത ചൂഷണം അത് ഏറ്റവും നിഷ്ഠൂരമായ ചൂഷണമാണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ മുതലാളിത്തത്തിനെതിരെ വളരെ ഹാസ്യാത്മകമായ നിരവധി വിമർശനങ്ങൾ അദ്ദേഹം നടത്തി. അദ്ദേഹം പറഞ്ഞു, മാനവവാദത്തിനെതിരായിട്ടാണ് ബൂർഷ്വാ ലോകം നിലനിൽക്കുന്നത്. ഇപ്പം മാനവവാദ ചിന്താഗതികൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു ലോകമായി ബൂർഷ്വാ ലോകം മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചു. അതുപോലെ തന്നെ മറ്റ് നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച്, ഇത്രമാത്രം സമത്വം പറയുന്ന ഈ ലോകത്ത് സ്ത്രീകളുടെ അവസ്ഥ എന്താ? പരമദയനീയമാണ്. സ്ത്രീകൾക്ക് ഒരു സ്റ്റാറ്റസും, അവർക്ക് സമൂഹത്തിൽ ഒരു ഉന്നമനം ഉണ്ടാകുന്നില്ല, പഴയ പോലെ തന്നെ കഴിയും. അദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞത്, ഒരു സമൂഹത്തിന്റെ പദവി നിർണ്ണയിക്കുന്നത് ആ നാട്ടിലെ സ്ത്രീകൾ ഏത് പദവിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കണമെന്ന് ആദ്യം ഒരു അഭിപ്രായം പറയുന്നത് ഫുറയാണ്. അതുപോലെ തന്നെ അക്കാലത്ത് ഹെഗൽ മുന്നോട്ട് വെച്ച വൈരുദ്ധ്യവാദ ചിന്തകൾ, ആ വൈരുദ്ധ്യവാദ ചിന്തകളുടെ പൊരുൾ അത് നല്ലവണ്ണം മനസ്സിലാക്കുകയും ഹെഗലിന്റെ സമകാലികനായിരുന്ന അദ്ദേഹം ഹെഗലിന്റെ ചിന്തകൾ അതിന്റെ ഒരു പ്രചാരകനായി മാറി. സ്വാഭാവികമായിട്ടും ഹെഗലിന്റെ ചിന്തയിലുണ്ടായിരുന്ന അടിസ്ഥാനപരമായ ആശയവാദ ദർശനം അത് അദ്ദേഹത്തിനെയും സ്വാധീനിച്ചു. അതുപോലെ തന്നെ ലോകത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിന് അദ്ദേഹം വ്യാഖ്യാനിച്ചു. അദ്ദേഹം പറഞ്ഞു, പഴയ കാലത്ത് കാടത്തമായിരുന്നു, അതിനുശേഷം ഗോത്ര സമൂഹം വന്നു. ഈ ഗോത്ര സമൂഹത്തിന് ശേഷം അപരിഷ്കൃതമായ ഈ മധ്യകാലഘട്ടത്തിലെ ജന്മിത്വ യുഗം വന്നു. പിന്നീടോ ഇപ്പോൾ നാഗരികതയുടെ ഈ കാലഘട്ടം. നാഗരികതയുടെ ഈ കാലഘട്ടം അതിങ്ങനെ അത് അവസാനത്തെ ഒരവസ്ഥയാണ്. ഇതിനപ്പുറത്തേക്ക് ലോകത്തിന് മുന്നേറാനാവില്ല. ഇതാണ് ഏറ്റവും പക്വമായൊരു ലോകം എന്ന് അദ്ദേഹം ചിന്തിച്ചത്. അപ്പോ അദ്ദേഹം പല അർത്ഥത്തിലും പുരോഗമനകരമായ പല അഭിപ്രായങ്ങളും പറഞ്ഞു എങ്കിലും അദ്ദേഹത്തിനും വളരെ കൃത്യമായി ആ മുതലാളിത്ത ലോകത്തിലെ പ്രതിസന്ധികൾ എന്താണ്, പ്രശ്നങ്ങൾ എന്താണ്, അതിനുള്ള ശാസ്ത്രീയമായ പരിഹാരം എന്താണ് എന്ന് നിർദ്ദേശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മറ്റൊരു ചിന്തകനുമുണ്ട്. അദ്ദേഹം ഫ്രാൻസിലല്ല, ഇംഗ്ലണ്ടിലായിരുന്നു. അതായത് റോബർട്ട് ഓവനും ഇതുപോലെ വളരെ പുരോഗമനകരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്ന ഒരാളാണ്. അദ്ദേഹം സാമൂഹ്യ പരിഷ്കരണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ തൊഴിലാളി സൗഹാർദ്ദപരമായി, തൊഴിലാളികളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു മുതലാളി എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം ആദ്യകാലത്ത് അദ്ദേഹം പറഞ്ഞ ഒരു മാതൃകാ തൊഴിൽ ദാതാവായി മുതലാളിമാരൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈ മുതലാളിത്ത ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. മാതൃകാപരമായിട്ട് അദ്ദേഹം കുറച്ച് നിർദ്ദേശങ്ങൾ വെച്ചു. അന്ന് പലപ്പോഴും 16 മണിക്കൂർ വരെ പണിയെടുപ്പിച്ചിട്ടുണ്ട് തൊഴിലാളികൾ. അതിൽ നിന്ന് മാറ്റി 12 മണിക്കൂറായി തൊഴിൽ സമയം നിജപ്പെടുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ അദ്ദേഹം ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം, സ്കോട്ട്ലൻഡില് അവിടെ ന്യൂ ലെനാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം 1800 മുതൽ ഒരു 29 വർഷങ്ങൾ 1829 വരെ ഒരു മില്ല് സ്ഥാപിച്ചു. ആ മില്ലിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. ഇടയ്ക്ക് കുറച്ച് നാള് പരുത്തി കിട്ടാതെ വന്ന് ആ മില്ലുകൾ പൂട്ടിയിടേണ്ടി വന്ന സാഹചര്യത്തിൽ ശരിക്കും ലോക്കൌട്ടായി. അതായത് കമ്പനി പ്രവർത്തിക്കാതായ സന്ദർഭങ്ങളിൽ അദ്ദേഹം ഈ തൊഴിലാളികൾക്ക് മുഴുവൻ കൂലിയും കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ തൊഴിലാളികളോട് അത്രയും താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാതൃകാ സ്കൂളുകൾ, തൊഴിലാളികൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള മാതൃകാ കോളനികൾ, ഇതെല്ലാം അദ്ദേഹം സ്ഥാപിച്ചു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വ്യവസായങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി. കാരണം മുതലാളിത്തത്തിന്റെ ആ ലോകത്ത്
മുതലാളിത്ത സംവിധാനം അനുസരിച്ചുള്ള ലാഭത്തിന് വേണ്ടി അല്ലാതെയുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് മാത്രമല്ല, അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഒരു വളർച്ച ഇംഗ്ലണ്ടിലും അതേപോലെ തന്നെ യൂറോപ്പിലുമൊക്കെ ഉണ്ടാകുന്നത്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് ചിന്തകളുമായിട്ട് വളരെ അടുപ്പത്തിൽ വന്നു. അതുകൊണ്ട് തന്നെ അക്കാലത്തെ ഭരണാധികാരികൾക്കും ഒപ്പം തന്നെ മുതലാളിമാർക്കൊക്കെ അദ്ദേഹം അനഭിമതനായി മാറുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി പരീക്ഷണങ്ങൾ ഈ മുതലാളിത്ത ലോകത്ത് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പല ആളുകളും നടന്നു. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഫ്രഞ്ച് വിപ്ലവമാണ് യഥാർത്ഥത്തിൽ ഇത്തരം നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി അന്നത്തെ സാങ്കല്പിക സോഷ്യലിസ്റ്റുകൾക്ക് അവർക്കൊരാക്കം കൊടുത്തു. ആ ജനങ്ങളുടെ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനമുണ്ടെങ്കിൽ, ഇടപെടലുണ്ടെങ്കിൽ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്തി തീർക്കാൻ പറ്റും എന്ന് ഫ്രഞ്ച് വിപ്ലവം അത് തെളിയിച്ചു. പ്രത്യേകിച്ച് മധ്യകാലഘട്ടത്തിലെ രാജവാഴ്ചയിൽ നിന്നും മതമേധാവിത്വത്തിൽ നിന്നും പുറത്തുവന്ന് ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രവർത്തനങ്ങൾ, അതിൽ ഫ്രാൻസ് മാതൃകയായി. ആ മാതൃക അത് തുടർന്നുള്ള കമ്മ്യൂണിസത്തിന്റെ വളർച്ചയിലേക്ക് അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസിലുണ്ടായ ഈ സാങ്കല്പിക സോഷ്യലിസമാണെങ്കിലും ഈ സോഷ്യലിസ്റ്റ് ചിന്തകൾ അതിന്റെ പാഠങ്ങൾ പ്രധാനമായിട്ടും അങ്ങനെ ആർജിച്ചു വന്നു. കാരണം ഉദ്ദേശപൂർണമായ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിനെ മാറ്റാൻ കഴിയുമെന്ന ആശയം രൂപപ്പെട്ടതിൽ ഫ്രഞ്ച് വിപ്ലവം അങ്ങനെ നിർണായകമായൊരു പങ്ക് വഹിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് അക്കാലത്തെ സോഷ്യലിസ്റ്റ് ചിന്തകർ, ആ ചിന്തകരുടെ ധാരാളം സംഭാവനകളും മാർക്സിസത്തിന്റെ ആവിർഭാവത്തിന് അടിത്തറയും. ഇപ്പോൾ ഈ സാങ്കല്പിക സോഷ്യലിസം അല്ലെങ്കിൽ ഉട്ടോപ്യൻ സോഷ്യലിസം, അതിന്റെ സ്ഥാനത്ത് മാർക്സാണ് ആദ്യമായി ശാസ്ത്രീയ സോഷ്യലിസം എന്താണ് എന്ന് അവതരിപ്പിച്ചത്. മാർക്സ് ആദ്യമായി സ്വപ്നത്തിലുണ്ടായിരുന്ന സോഷ്യലിസം എന്ന സ്വപ്നത്തിന്റെ സ്ഥാനത്ത് മാർക്സിസം ശാസ്ത്രത്തെ പ്രതിഷ്ഠിച്ചു. വസ്തുനിഷ്ഠ ലോകത്തെ അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് സങ്കല്പ ലോകത്തിനെ മാറ്റി. സോഷ്യലിസം ഒരു സങ്കല്പമല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്ന് മാർക്സും ഏംഗൽസും ചേർന്ന് അവരുടെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ അവരെ തെളിയിച്ചു. ഏറ്റവും അടിസ്ഥാനം മാർക്സ് അവിടെ പാകിയ അടിസ്ഥാനപരമായിട്ടുള്ള വർഗസമര സിദ്ധാന്തം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അങ്ങനെയുള്ളവർക്ക് സമൂഹത്തിന് മാറ്റാൻ കഴിയും. എന്താണ് ഈ വർഗ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, വർഗസമരത്തിന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്സ് പറഞ്ഞു, എഴുതപ്പെട്ട മനുഷ്യ ചരിത്രം മുഴുവൻ, അതിന് ചില ആളുകൾ കാണുന്നത് കുറെ സംഭവങ്ങളുടെ ഒരു കൂമ്പാരമായിട്ടാണ്. പക്ഷെ മാർക്സ് പറഞ്ഞു, മനുഷ്യന്റെ എഴുതപ്പെട്ട ചരിത്രം മുഴുവൻ വർഗസമരത്തിന്റെ ചരിത്രം. എന്താണ് വർഗങ്ങൾ? വർഗങ്ങൾ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വിഭാഗമാണ്. ഈ സാമ്പത്തിക വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ചൂഷകവർഗവും ചൂഷണം അനുഭവിക്കുന്ന സാമ്പത്തിക വിഭാഗങ്ങളും ചൂഷണം അനുഭവിക്കുന്ന വർഗങ്ങളും അവരെ തമ്മിലുള്ള വൈരുദ്ധ്യം അത് ഈ സമൂഹത്തിന്റെ വികാസത്തിൽ ഒന്നടങ്കം നമുക്ക് കാണാം. അപ്പോ ചൂഷകനും ചൂഷിതനും എന്നുള്ള പറയുന്ന വിഭാഗങ്ങൾ അവ രണ്ട് വർഗത്തിൽപ്പെടുന്നു. അവ രണ്ടു കൂട്ടരുടെയും താല്പര്യങ്ങൾ ഒന്നല്ല. രണ്ടു കൂട്ടർക്കും ഒരേപോലെ താല്പര്യമുള്ള വിഷയങ്ങളില്ല. ചൂഷകന്റെ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കും ചൂഷണം അനുഭവിക്കുന്ന ആളുടെ താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ചൂഷകൻ എന്താഗ്രഹിക്കുന്നു അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ചൂഷണം അനുഭവിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത്. അപ്പൊ അത് വർഗവൈരുദ്ധ്യം എന്ന് പറയുന്നത് അതാണ് തീവ്രമായിക്കൊണ്ട്
ആ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അടിസ്ഥാനപരമായ. അദ്ദേഹം പറഞ്ഞു, ഈ പരിഷ്കാരവും അഭിവൃദ്ധിയും ഒക്കെ നാട്ടിലുണ്ടാക്കി ചില്ലറ പരിഷ്കാരങ്ങളിലൂടെ നാടിനെ അടിസ്ഥാനപരമായി മാറ്റാം എന്ന് പറയുന്ന ചിന്ത, അങ്ങനെ ആ ചിന്ത വെച്ച് പുലർത്തുന്ന ആൾക്കാര് സ്വയം വഞ്ചിതരായി പോവും. അതോടൊപ്പം തന്നെ അവർ നയിക്കുന്ന സാധാരണ തൊഴിലാളികളെയും വഞ്ചനയിൽ കൊണ്ടുപോയി ചാടും. അതുകൊണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന വർഗ വൈരുദ്ധ്യം എന്താണെന്ന് വളരെ കൃത്യമായി പഠിക്കണം. വസ്തുനിഷ്ഠമായി അതിനെ വിശകലനം ചെയ്താൽ, അത് വിശകലനം ചെയ്യുവാൻ കഴിഞ്ഞാൽ ആ സമൂഹത്തിന് മാറ്റാൻ കഴിയും. അദ്ദേഹം ആവിഷ്കരിച്ച വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന പ്രത്യയശാസ്ത്ര സംഹിത, അത് വസ്തുപ്രപഞ്ചത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിഭാസങ്ങളെക്കുറിച്ച് മാത്രമുള്ളൊരു പഠനമായിരുന്നു. നേരെ മറിച്ച് ആ പഠനം ചരിത്രത്തിന്റെ പഠനത്തിലും കൂടെ അദ്ദേഹം സന്നിവേശിപ്പിച്ചു. ചരിത്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭൗതികവാദം തന്നെ ചരിത്രപരമായ ഭൗതികവാദമായി മാറും. മനുഷ്യന്റെ ഇത്രയും കാലത്തെ വികാസം, ചരിത്രത്തിന്റെ വികാസം, അത് ഓരോ കാലഘട്ടങ്ങളായി പരിശോധിച്ചു വന്നാൽ ആ ഓരോ കാലഘട്ടങ്ങളും അങ്ങനെ തന്നെ മാറിത്തീരാനുള്ള നിശ്ചിതമായ കാരണങ്ങൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് പ്രകൃതിയിൽ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിന്റെ മാറ്റം പോലെ തന്നെ ഈ പറയുന്ന ചരിത്രത്തിന്റെ മാറ്റം എന്ന് പറയുന്നതും നിശ്ചിതമായ നിയമങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി ആ നിയമങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ചരിത്രപരമായ ഭൗതികവാദം എന്ന് മാർക്സും ഏംഗൽസും വിശദീകരിച്ചു. മാർക്സ് വിശദീകരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മുതലാളിത്തം എന്നും നിലനിന്നതല്ല, എന്നും ഉണ്ടായിരുന്നില്ല, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വന്നതാണ്. ഈ മുതലാളിത്ത സമൂഹവും അസ്തമിച്ചേ തീരൂ, അവസാനിച്ചേ തീരൂ. ഉണ്ടാകുന്നത് എന്തും അത് അവസാനിച്ചേ മതി. അദ്ദേഹം അതുപോലെ തന്നെ പറഞ്ഞു, എന്നും സമൂഹം വർഗവിഭജിതമായിരുന്നില്ല. വർഗങ്ങൾ, സാമ്പത്തിക വിഭാഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ചൂഷകനും ചൂഷണം അനുഭവിക്കുന്നവനും എന്ന നിലയ്ക്ക് സമൂഹം വിഭജിക്കപ്പെട്ടത് സ്വകാര്യ സ്വത്തിന്റെ ആവിർഭാവത്തോടുകൂടി. ഇപ്പൊ സ്വകാര്യ സ്വത്തും ആവിർഭവിച്ചു വന്നതാണ്. സ്വകാര്യ സ്വത്ത് ആവിർഭവിച്ചതാണെങ്കിൽ അതും ഒരു കാലത്തില്ലാതായി. അതുപോലെ തന്നെ ഉള്ളവനും ഇല്ലാത്തവനും എന്ന് പറയുന്ന ആ വർഗവിഭജിതമായ സമൂഹവും എല്ലാ കാലത്തും നിലനിൽക്കില്ല. വർഗങ്ങൾ ഒരിക്കൽ ആവിർഭവിച്ചു, അതുപോലെ തന്നെ വർഗങ്ങൾ ഇല്ലാത്തൊരു സമൂഹത്തിൽ നിന്നാണ് അത് ആവിർഭവിച്ചത്. വർഗങ്ങൾ ഇല്ലാത്ത ഒരു സമൂഹത്തിലേക്ക് സമൂഹം മുന്നോട്ട് കുതിക്കുന്നു, പോകും, പോകാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം വിശദീകരിച്ച മറ്റൊരു കാര്യമുണ്ട്, സാമ്പത്തികമായിട്ടുള്ള വശം. ഏതൊരു മാറ്റത്തിന്റെ അടിസ്ഥാന ഘടകമായി നിലനിൽക്കുന്നത് ആ നാട്ടിൽ നിലനിൽക്കുന്ന, ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്, ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ. ആ ഉൽപാദന വ്യവസ്ഥ, അവിടെ നിൽക്കുന്ന വസ്തുനിഷ്ഠമായ ആ ഒരു വ്യവസ്ഥ, ആ വ്യവസ്ഥയുടെ പരിപാലനത്തിന് വേണ്ടിയാണ് അവിടെ ഭരണകൂടം നിലവിൽ വന്നു. ഒരു വർഗം മറ്റൊരു വർഗത്തിനെ അടിച്ചമർത്തി ഭരിക്കുമ്പോൾ, ചൂഷണം ചെയ്യുമ്പോൾ, ഈ ചൂഷണം ചെയ്യുന്ന ആളുകളുടെ അവരുടെ കയ്യിലുള്ള ആയുധമാണ് ഭരണകൂടം. അപ്പോൾ വർഗസമരത്തിന്റെ സിദ്ധാന്തം എന്താണ്? ഒരു കൂട്ടം ആൾക്കാർ ഭരിക്കുന്നു, ഭരണകൂടം അവരുടെ കയ്യിലിരിക്കുന്നു. മറ്റൊരു വിഭാഗത്തിനെ, ആരെയാണോ അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ഈ ഭരണകൂടം നിലനിൽക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ മാർക്സ് പറഞ്ഞു, മുതലാളിത്ത ഉൽപാദന രീതിയിൽ ചരിത്രപരമായി ഉദയം ചെയ്തതാണ്. അതെല്ലാ കാലത്തും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു കാലത്തും നിലം പതിക്കുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം, തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഒരു ഭാഗം, അവൻ അധ്വാനം ചെയ്തുണ്ടാക്കുന്ന മുതലിന്റെ ഒരു ഭാഗം അവന് കൂലി കൊടുക്കാതെ മുതലാളിമാര് സ്വന്തം കീശയിലാക്കുന്നു. ഇങ്ങനെ തൊഴിലാളികളുടെ അധ്വാനത്തിൽ നിന്ന് കൊള്ളയടിച്ച് മുതലാളിമാര് കയ്യിൽ വയ്ക്കുന്ന ആ ഒരു മുതലാണ് മൂലധനമായി മാറുന്നത്. അതാണ് മുതലാളിമാരുടെ കാശ് പെരുപ്പിക്കുന്നത്. അപ്പോ ഇതാണ് ചൂഷണം. അദ്ദേഹം പറഞ്ഞു, കൂലി കൊടുക്കാതെ തൊഴിലാളികളെ കൊണ്ട് പണിയിപ്പിച്ച് മുതലാളിമാരെ കൈയടക്കി വയ്ക്കുന്ന ആ മൂല്യമാണ് മിച്ചമൂല്യം. ഈ മിച്ചമൂല്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. മുതലാളിമാര് ലാഭത്തിന് വേണ്ടിയാണ് ഉൽപാദനം നടത്തുന്നത്. അപ്പൊ ലാഭത്തിന് വേണ്ടി ഉൽപാദനം നടത്തുന്ന ഈ മുതലാളിത്ത സംവിധാനം, ലാഭം കിട്ടില്ലെങ്കിൽ അവർ ഉൽപാദനം നടത്തും. അവര് ഈ കൈയടക്കി വച്ചിരിക്കുന്ന ഈ സമ്പത്ത് മുഴുവൻ, മൂലധനം മുഴുവൻ തൊഴിലാളികളുടെ അധ്വാന ഭാരത്തിന് കൊള്ളയടിച്ച് ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഇത് ഒരു വലിയൊരു തടസ്സം സൃഷ്ടിക്കും. ഇഷ്ടംപോലെ സാധനങ്ങൾ കടകളിൽ കെട്ടിയിരിക്കുമ്പോഴും അത് വാങ്ങാൻ കഴിയാത്തവനായി പട്ടിണി കിടക്കേണ്ടി വരുന്നു തൊഴിലാളികൾ. ഇതാണ് മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നത്. മുതലാളിത്തത്തിന്റെ ബുദ്ധിമുട്ടുകൾ, മുതലാളിത്ത ലോകത്തിലെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഉടലെടുക്കുന്നത് ഈ പറയുന്ന മുതലാളിമാരുടെ ഈ ലാഭം എന്ന് പറയുന്ന, തൊഴിലാളികളുടെ അധ്വാനഭാരം കൊള്ളയടിച്ച് അയാൾ കൂട്ടുന്ന ഈ ലാഭം എന്ന് പറയുന്ന പ്രതിഭാസം കൊണ്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ മുതലാളിമാർ ലാഭമില്ലാതെ ഉൽപാദനം നടത്തില്ല. അവരുടെ മൂലധനം അവരിങ്ങനെ കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ മുതലാളിമാർ വലിയ മുതലാളിമാരാകുന്നു, അവർ കുത്തക മുതലാളിമാരാകുന്നു, അവർ വളർന്നുകൊണ്ടേയിരിക്കും. മറുവശത്ത് സാധാരണ ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, സാധനങ്ങൾ കമ്പോളത്തിൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് അവിടെ പുതിയ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ അതിന് കമ്പോളമില്ലാതെ വരുന്നു. അതുകൊണ്ട് ഫാക്ടറികൾ പൂട്ടിയിടേണ്ടി വരുന്നു. അപ്പോഴും തൊഴിലാളികൾ പണിയില്ലാതാവും. വീണ്ടും സമൂഹത്തിൽ പട്ടിണി കൂടുന്നു. പുതിയ തലമുറയിലുള്ള ആളുകൾ, അവർക്ക് പുതിയ ഫാക്ടറികൾ ഉണ്ടായാൽ മാത്രമേ കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടൂ. പക്ഷെ മുതലാളിത്തത്തിന്റെ അവസ്ഥ എന്താണ്? ഉള്ള ഫാക്ടറികൾ പോലും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. അത് പൂട്ടിയിടേണ്ടി വരും. അതിന്റെ എല്ലാ ഫാക്ടറികളിലും അവരുണ്ടാക്കി വച്ചിരിക്കുന്ന അതിന്റെ ഉൽപാദനത്തിനുള്ള ശേഷി, ആ ശേഷിയുടെ ഒരു കുറഞ്ഞ ഭാഗം മാത്രം ഉപയോഗിക്കേണ്ടി വരും. ഇതാണ് മുതലാളിത്ത പ്രശ്നം. പക്ഷേ ഈ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപാദന ശക്തികൾ, ആ ശക്തികളെ ഉൾക്കൊള്ളാൻ, അതിൽ നിന്നുണ്ടാകുന്ന പ്രയോജനം മുഴുവൻ സമൂഹത്തിന് നൽകുവാൻ, അത് മുതലാളിത്ത സമൂഹത്തിന് കഴിയില്ല. കാരണം മുതലാളിത്തം ഉൽപാദന ബന്ധങ്ങൾ, അതായത് അവിടുത്തെ ഉൽപാദനത്തിൽ ഏർപ്പെടുന്ന മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ, അത് ഉൽപാദന ശക്തികളുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമായിട്ട് വരിക. ഇപ്പൊ മാർക്സ് പറഞ്ഞു, എങ്ങനെയാണ് ഒരു പ്രത്യേക സമൂഹം മാറി മറ്റൊരു സമൂഹമായിട്ട് മാറുന്നത്? നിലവിലുള്ള ആ സമൂഹത്തിലെ ഉൽപാദന ശക്തികൾ, മനുഷ്യന്റെ നാഗരികത അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുക, ഉൽപാദനവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉൽപാദന ശക്തികളുടെ വികാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെ ഉൾക്കൊള്ളുവാൻ ആ നാട്ടിൽ നിലനിൽക്കുന്ന പ്രത്യേക ഉൽപാദന സംവിധാനത്തിന്, അവിടെയുള്ള ഉൽപാദന ബന്ധം, മനുഷ്യനും തമ്മിൽ ഉൽപാദനത്തിന്റെ രംഗത്തുണ്ടാക്കി വച്ചിരിക്കുന്ന ആ ഒരു ബന്ധത്തിന് ഈ ഉൽപാദന ശക്തികളെ ഉൾക്കൊള്ളാൻ പറ്റാതാവുന്നു. അത് തമ്മിൽ വൈരുദ്ധ്യത്തിലാവുന്നു. അത് വൈരുദ്ധ്യത്തിലാകുന്ന സാഹചര്യത്തിലാണ് ആ സമൂഹത്തിനെ മാറ്റാനുള്ള ഒരു അടിയന്തര ആവശ്യകത ഉണ്ടാകും. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, മുതലാളിത്ത ലോകത്തിന്റെ പ്രശ്നം അതാണ്. സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുതലാളിത്തത്തിന് കഴിയില്ല. ഉൽപാദന ശക്തികളെ മുഴുവൻ തുറന്നുവിടുവാൻ, കെട്ടഴിച്ചു വിടാൻ
മനുഷ്യന്റെ മുഴുവൻ ആവശ്യകതകളും പൂർത്തീകരിക്കണമെന്നെങ്കിൽ ഇന്ന് നടക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ഉൽപാദനം നടക്കണം. പക്ഷെ അങ്ങനെ ഉൽപാദന രംഗം അങ്ങനെ തുറന്നുവിടാൻ മുതലാളിത്തത്തിന് കഴിയില്ല. കാരണം മുതലാളിത്ത ലാഭം എന്ന് പറഞ്ഞ ആ ഒരു ഘടകം ഉൽപാദന ശക്തികളെ തുറന്നു വിടുന്നതിൽ അത് വലിയൊരു പരിമിതമായൊരവസ്ഥ ഉണ്ടായിരിക്കുക. ഈ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാർക്സ് പറഞ്ഞു, അവിടെ നാം സോഷ്യലിസം എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ മുതലാളിത്ത ഉൽപാദന സമ്പ്രദായം അത് ഇല്ലാതാക്കിയാൽ മതിയാകും. അതിനെതിരെ തൊഴിലാളികൾ അണിനിരക്കും. മാർക്സ് പറഞ്ഞ ഈ അഭിപ്രായങ്ങൾ, ഈ വർഗ സമരത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അത് പാരീസിലെ തൊഴിലാളികൾ ഏറ്റെടുത്തു. 1871 പാരീസ് കമ്മ്യൂൺ അതൊരു വലിയ പ്രക്ഷോഭണമായിരുന്നു, തൊഴിലാളികളുടെ പ്രക്ഷോഭണം. ആ പ്രക്ഷോഭണത്തിലൂടെ നിരവധി ഫാക്ടറികൾ ആ തൊഴിലാളികൾ പിടിച്ചെടുക്കുകയും അതേപോലെ തന്നെ ഏതാണ്ട് 60 ദിവസത്തോളം ഒരു വലിയൊരു ഭൂപ്രദേശത്തിന്റെ മുഴുവൻ സ്വാധീനവും ഈ തൊഴിലാളികളുടെ കയ്യിലായി. പക്ഷേ ഈ പാരീസ് കമ്മ്യൂൺ എന്ന കലാപം നടക്കുന്നതിന് മുമ്പ് തന്നെ മാർക്സ് ഉപദേശിച്ചിരുന്നു. അതായത് മുതലാളിമാരുടെയും അവരുടെ ഭരണകൂടത്തിന്റെയും ശക്തി അത് മനസ്സിലാക്കാതെ നാം കലാപം നടത്തിയിട്ട് കാര്യമില്ല. മുതലാളിമാരുടെ ചൂഷണം നടക്കുന്നത് അവരുടെ ഒരു ഭരണകൂടം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ തൊഴിലാളികൾ അതിനനുസരിച്ച് സംഘടിതരായി തൊഴിലാളി വർഗത്തിന്റെ ഒരു ഭരണകൂടം അത് പകരം സ്ഥാപിച്ചുകൊണ്ട് മാത്രമേ മുതലാളിത്ത ചൂഷണ വാഴ്ച അവസാനിപ്പിക്കുവാൻ കഴിയും. അത് കഴിയാതിരുന്നാൽ അത് അതിനേക്കാൾ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കും എന്നുള്ള ഒരു വളരെ മുൻകൂട്ടിയുള്ള ഒരു അഭിപ്രായം മാർക്സ് പറഞ്ഞു. വീണ്ടും പാരീസ് കമ്മ്യൂൺ ഏതാനും മാസങ്ങൾക്ക് ശേഷം, 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പാരീസ് കമ്മ്യൂൺ തകർന്നടി. അവിടുത്തെ ഈ പാരീസ് കമ്മ്യൂണിന്റെ ആ പ്രക്ഷോഭണത്തിന് നേതൃത്വം കൊടുത്ത മുഴുവൻ തൊഴിലാളി നേതാക്കളെയും അവരെ വധിച്ചു ഭരണാധികാരി. ഭരണകൂടം തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണങ്ങളുമായി ശക്തമായ തിരിച്ചടിയാണ് തൊഴിലാളി വർഗത്തിന് ഏറ്റുവാങ്ങേണ്ടത്. അങ്ങനെ രക്തരൂക്ഷിതമായ ഒരു സമരമായി പാരീസ് കമ്മ്യൂൺ മാറി. പക്ഷേ പാരീസ് കമ്മ്യൂണിന്റെ കൂടെ അതിൽ നിന്നുമുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാർക്സ് പറഞ്ഞു, ശരിയാണ്, നിലവിലുള്ള മുതലാളിത്ത സംവിധാനം അവസാനിപ്പിക്കും. അതിനെ കാത്തുരക്ഷിക്കുന്ന, അതിനെ സംരക്ഷിച്ചു നിൽക്കുന്ന മുതലാളിത്ത ഭരണകൂടം അതിനെ തകർത്തെറിയും. പക്ഷേ അവിടെ തൊഴിലാളി വർഗത്തിന്റെ ഒരു ഭരണകൂടം പകരം സ്ഥാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ ഭരണം നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വെറുതെ പറ്റില്ല. അങ്ങനെ മാത്രമല്ല, തൊഴിലാളി വർഗത്തിന് അത്തരമൊരു സമൂഹം സ്ഥാപിക്കണമെങ്കിൽ, അതായത് സോഷ്യലിസം, അതായത് ശാസ്ത്രീയ സോഷ്യലിസം, അത് കെട്ടിപ്പടുത്തുകൊണ്ട് മാത്രമേ മുതലാളിത്ത സംവിധാനത്തിനെ നമുക്ക് തകർത്തെറിയാൻ പറ്റൂ. എന്താണ് ശാസ്ത്രീയ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ? സോഷ്യലിസം എന്ന് പറയുന്നത് അത് തൊഴിലാളി വർഗ സർവാധിപത്യം. ഇന്ന് പല ആളുകളും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ജനാധിപത്യം എന്ന പദം പറയുമ്പോൾ ജനാധിപത്യത്തിലൂടെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കപ്പെടുന്നു എന്നാണ്. പക്ഷെ വളരെ വിശദമായി ലെനിൻ അദ്ദേഹം ചൂണ്ടിക്കാട്ടി, ജനാധിപത്യത്തിനെ കുറിച്ച് പറയുമ്പോൾ വർഗവിവക്ഷ കൂടാതെ ജനാധിപത്യത്തിനെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർ വലിയ വഞ്ചകരാണ്. അതായത് ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള ആ ലോകം മുഴുവൻ കടന്നുപോകുന്നത്. ആദ്യം അധികാരത്തിൽ വരുന്നത് ബൂർഷ്വാസിയാണ്. ബൂർഷ്വാസി അധികാരത്തിൽ വന്ന് മുതലാളിത്തത്തിന് സേവ ചെയ്യുന്ന ഒരു ഭരണകൂടം സ്ഥാപിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അവരതിന് ജനാധിപത്യം എന്നാണ് പേര് പറയുന്നത്. പക്ഷെ അത് ജനങ്ങളുടെ മുഴുവൻ ഭരണമല്ല. 1%
വരാത്ത മുതലാളിത്ത ലോകത്തിന്റെ താല്പര്യത്തിന് വേണ്ടി 99% ആൾക്കാരെയും അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു ഭരണകൂടമാണ്. അതിന്റെ അർത്ഥം അത് മുതലാളി വർഗത്തിന്റെ സർവാധിപത്യമാണ്. ഈ മുതലാളി വർഗത്തിന്റെ സർവാധിപത്യം നിലനിൽക്കുന്ന സ്ഥലത്ത് ആ സർവാധിപത്യത്തിനെ മാറ്റിക്കൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം സ്ഥാപിക്കണം. അതൊരു വിപ്ലവത്തിലൂടെ മാത്രമേ സാധ്യമാവൂ. അതിന്റെ പ്രക്രിയ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഒരുപക്ഷെ ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റുകൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ അതിൽ കൊണ്ടെത്തിക്കും. വളരെ സ്പഷ്ടമായ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, വളരെ കൃത്യമായി ഒരു അടവും തന്ത്രവും തൊഴിലാളി വർഗത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. എന്താണ് അടവെന്ന് പറയുന്നത്? ഏത് വർഗമാണ് അധികാരത്തിലിരിക്കുന്നത്, ഏത് വർഗത്തെ നമ്മൾ സ്ഥാനഭ്രഷ്ടമാണ്, ഏത് വർഗത്തിന്റെ ഭരണകൂടത്തിന് പകരമാണ് തൊഴിലാളി വർഗത്തിന്റെ ഒരു ഭരണാധികാരം നമ്മൾ സ്ഥാപിക്കേണ്ടത്. തൊഴിലാളി വർഗത്തിന്റെ ഭരണകൂടമാണ് സ്ഥാപിക്കേണ്ടത്. അപ്പൊ അധികാരത്തിലിരിക്കുന്നവരാരൊക്കെ, അധികാരത്തിലിരിക്കുന്ന വർഗമേത്, ആ വർഗത്തിനെതിരെ ഏത് വർഗത്തിന്റെ ഭരണകൂടമാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള മനസ്സിലാക്കലാണ് പാർട്ടിയുടെ അടവ്. അതായത് സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി നല്ലവണ്ണം മനസ്സിലാക്കാതെ നമുക്ക് ഒരു സ്ഥലത്തും വിപ്ലവം നടത്താൻ പറ്റില്ല. അപ്പൊ ആ വിപ്ലവത്തിന്റെ പാഠങ്ങൾ ആണ് തൊഴിലാളി വർഗം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ മുതലാളിത്ത ലോകത്ത്, മുതലാളിത്തം വളർന്ന് ആ സാമ്രാജ്യത്വ സ്വഭാവം മറച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നും മാർക്സ് മുന്നോട്ട് വെച്ച ആ ഒരു അഭിപ്രായമാണ്, അതിനാണ് ഇന്നും പ്രസക്തിയുള്ളത്. അത് നമുക്ക് സോഷ്യലിസം സ്ഥാപിക്കണം. അത് ശാസ്ത്രീയമായ സോഷ്യലിസമാണ് നമുക്ക് സ്ഥാപിക്കുന്നത്. ആ ശാസ്ത്രീയമായ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഇന്ന് നിലനിൽക്കുന്ന മുതലാളി വർഗ സർവാധിപത്യം, അതായത് മുതലാളി വർഗത്തിന്റെ ഭരണകൂടം, അതിന് പകരമായി ഈ ചൂഷണം നടത്തുന്ന ഭരണകർത്താക്കളുടെ ഭരണകൂടത്തിന്റെ സ്ഥാനത്ത് പണിയെടുക്കുന്നവന്റെ, ചൂഷിതരായി കഴിയുന്ന ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ, അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടം സ്ഥാപിക്കും. അത് സ്വകാര്യ സ്വത്ത് അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു ഭരണകൂടമാവില്ല. ലാഭത്തിന് വേണ്ടിയിട്ട് ഉൽപാദനം നടത്തുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്ന ഒരു ഭരണകൂടമാവില്ല. മറിച്ച് അത് വളരെ വ്യത്യസ്തമായ ഒരു ഭരണകൂടമാണ്. സോഷ്യലിസം കെട്ടിപ്പടുക്കുന്ന ഭരണകൂടം എന്ന് പറഞ്ഞാൽ ആ ഭരണകൂടത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭരണകൂടം. സഖാവ് സ്റ്റാലിൻ വിശദീകരിച്ചു. 1917 റഷ്യയിൽ നടന്ന സോഷ്യലിസ്റ്റ് വിപ്ലവം, ആ അവസരത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റഷ്യയിൽ ആദ്യമായി തൊഴിലാളി വർഗത്തിന്റെ ഭരണകൂടം സ്ഥാപിച്ചപ്പോൾ അതുവരെ ലോകത്തെവിടെയും നിലവിൽ വന്നിട്ടുള്ള ഭരണകൂടങ്ങൾ എന്ന് പറഞ്ഞാൽ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന ഭരണാധികാരികൾ പോലും ചൂഷകന്റെ കയ്യിലായിരുന്നു അപ്പോഴെല്ലാം അധികാരം. ആദ്യമായി പണിയെടുക്കുന്നവന്റെ ഒരു ഭരണകൂടം സ്ഥാപിതമാകുന്നത് റഷ്യയിൽ നടന്ന സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലൂടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് സോഷ്യലിസത്തിൽ തൊഴിലാളി വർഗം അധികാരത്തിൽ വരണമെന്ന് പറയുന്നത്? എന്താണ് തൊഴിലാളി വർഗത്തിനുള്ള പ്രത്യേകത? ഒരു വർഗം എന്ന നിലയിൽ സ്വകാര്യ സ്വത്തില്ലാത്ത വിഭാഗമാണ് തൊഴിലാളി വർഗം. അതായത് തൊഴിലാളി ഉൽപ്പാദിപ്പിക്കുന്നത് മുഴുവൻ സമൂഹത്തിന് വേണ്ടിയാണ്. ഒരാൾ ഏതെങ്കിലും വ്യവസായ സംരംഭത്തിൽ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നത് അയാൾക്ക് ഉപയോഗിക്കാനല്ല. പലരും വിചാരിക്കുന്നുണ്ട്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ശമ്പളത്തിന് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് കിട്ടുന്ന ശമ്പളം ഞാൻ ഉൽപ്പാദിപ്പിച്ച വസ്തുവിന്റെ മൂല്യത്തിനേക്കാൾ തുലോം ചെറുതാണ്. അപ്പൊ ഫലത്തിൽ തൊഴിലാളി അധ്വാനിച്ച് ഉണ്ടാക്കുന്നത് സമൂഹം ഉപയോഗിക്കുന്നു. സമൂഹത്തിന് വേണ്ടിയാണ് തൊഴിലാളി വർഗം ഉൽപ്പാദിപ്പിക്കുന്നത്.
അപ്പോൾ തൊഴിലാളി വർഗത്തിന്റെ ഉൽപാദനം യഥാർത്ഥത്തിൽ സമൂഹത്തിന് വേണ്ടിയാണ്. ഇപ്പൊ വർഗപരമായി സ്വകാര്യ താല്പര്യമില്ലാതെയാണ് തൊഴിലാളി വർഗം ഉൽപാദനത്തിൽ പങ്കെടുക്കുന്നത്. ഈ തൊഴിലാളി വർഗത്തിനാണ് ഈ സമൂഹത്തിന്റെ മാറ്റത്തിന്റെ ഒരു പ്രത്യേക ചരിത്രപരമായ ഘട്ടത്തിൽ ഈ നാട് ഭരിക്കാനുള്ള അവകാശം. അപ്പൊ തൊഴിലാളി വർഗത്തിന്റെ ഭരണകൂടം സ്ഥാപിക്കുക എന്ന് പറയുന്നത് അതും ചരിത്രപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ്, ചരിത്രപരമായ ആവശ്യകതയാണ്. അതുകൊണ്ട് ഈ തൊഴിലാളി വർഗം അവരധികാരത്തിലേറുന്നത് സാമൂഹിക താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംഹിത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് സോഷ്യലിസം. ആ വിപ്ലവമാണ് തൊഴിലാളി വർഗം നടത്തുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് സോഷ്യലിസത്തിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കും. നിരവധി പ്രസ്ഥാനങ്ങൾ കരുതുന്നത് മുതലാളി വർഗത്തിന്റെ ഭരണകൂടത്തിനെ ചില പാർലമെന്റിൽ ചില ഭരണ ബഹിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ ഭരണകൂടമാക്കി മാറ്റാമെന്നാണ്. ഇത്തരം അഭിപ്രായങ്ങൾ വളരെ മുമ്പും വെച്ചിട്ടുള്ള ആളുകളുണ്ട്. ലെനിന് മുമ്പ് ഇതിന് മാർക്സിന്റെ സമകാലീനരായിട്ടുള്ള പല ആളുകളും മുന്നോട്ട് വെച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അതെല്ലാം അന്ന് തന്നെ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ചിന്താഗതികളായി. ആ ചിന്താഗതികൾ തിരിച്ചു വരികയാണ്. സോവിയറ്റ് യൂണിയന്റെ ഭരണകൂടം അത് കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിലായിരുന്ന ഭരണകൂടം അതിനെ പിന്നീടൊരു കാലത്ത് തൊഴിലാളി വർഗ ചിന്തകൾക്ക് പകരം മുതലാളിത്ത ചിന്തകൾ പേർന്ന ചില നേതാക്കന്മാർ, അതിന്റെ നേതൃത്വത്തിലുള്ള ഭരണാധികാരികൾ, സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം, അവർ പിന്നീട് തിരുത്തൽവാദത്തിന്റെ വക്താക്കളായി മാറി. തിരുത്തൽവാദം എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലുള്ള അന്യവർഗ ചിന്താഗതിക്കാർ, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനുള്ളിലുള്ള മുതലാളിത്ത വർഗ ചിന്താഗതിക്കാർ, അങ്ങനെയുള്ള ആളുകൾ പ്രചരിപ്പിച്ചു ഇനി ലോകത്ത് സോവിയറ്റ് യൂണിയനിൽ ഇങ്ങനത്തെ ഒരു വിപ്ലവം നടന്നു, ശരി തന്നെ, പക്ഷെ ഇനി അത്തരം വിപ്ലവത്തിന്റെ ആവശ്യമില്ലെന്ന് വരെ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു. ചില ആളുകളെ ഈയാമ്പാറ്റകളെ പോലെ ഈ ആശയത്തിന്റെ പിന്നിൽ പോയി അപകടത്തിൽ ചാടുകയും ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളിലും എന്തുകൊണ്ട് വിപ്ലവം നടന്നില്ല എന്ന് ചോദിച്ചാൽ പാർലമെന്ററി വ്യാമോഹത്തിൽ പെട്ടുപോയി പല പാർട്ടികളും. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് പാഠം നൽകുന്നതാണ് യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളും ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം. ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാർക്സിസത്തിന്റെ ആവിർഭാവത്തിന് ശരിയാണ് യൂട്ടോപ്യൻ സോഷ്യലിസം അതൊരു പാത കാട്ടിയിട്ടുണ്ട്, അതിന് ആക്കം നൽകിയിട്ടുണ്ട്. പക്ഷേ യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളെ അതിനെ സ്വീകരിക്കാതെ പുതിയ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് മാർക്സും ഏംഗൽസും കൂടെ ചേർന്ന് ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചത്. ലോകത്ത് നിരവധി രാഷ്ട്രങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൽ അവിടെ തൊഴിലാളി വർഗ ഭരണകൂടം സ്ഥാപിച്ചതും ഈ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇന്നും ഈ പറയുന്ന ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ഉണ്ട്. നമ്മുടെ രാജ്യത്തുമുള്ള പല പാർട്ടികളും പാർലമെന്ററി വ്യാമോഹത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ അതിസാഹസികമായി ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ തൊഴിലാളി വർഗ ഭരണകൂടം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ മുഴുവൻ പിന്തുണയോടുകൂടി, തൊഴിലാളി വർഗത്തിന് മുഴുവൻ പിന്തുണയോടുകൂടി നാം ചെയ്യേണ്ടുന്നൊരു വസ്തുതയാണെന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് അവിടെയും വളരെ അശാസ്ത്രീയമായ ചില ഭാവനാവിലാസങ്ങൾ അനുസരിച്ച് വിപ്ലവം സംഘടിപ്പിക്കുവാൻ കഴിയും എന്ന് ധരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഈ ആൾക്കാരൊക്കെ ഈ യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുടെ വക്താക്കളായി തന്നെ നിലകൊള്ളും. അപ്പൊ അതിന്റെ സ്വാധീനം ഇന്നും സമൂഹത്തിൽ വളരെയധികം ഉള്ളതുകൊണ്ട് യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ചിന്താഗതിയും ശാസ്ത്രീയ സോഷ്യലിസത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും അത് വളരെ കൃത്യമായി ആർജിക്കേണ്ട ഒരു സാഹചര്യമാണ്.
മാർക്സിസത്തിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഈ പാഠങ്ങൾ അത് പഠിക്കുവാൻ നാം ഏവരും സന്നദ്ധരാകണമെന്നും കൂടുതൽ ആഴത്തിൽ ഈ വിഷയങ്ങൾ പഠിക്കുവാൻ നിങ്ങളേവരും മുന്നോട്ട് വരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. ഏവർക്കും അഭിവാദനങ്ങൾ.